ഹലോ, വെൽക്കം ടു ജോഷു ടിവി. യെസ്. അപ്പൊ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച ഞാനൊരു Q&A ക്വസ്റ്റ്യൻസ് പോരട്ടെ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്ന് അതിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ പ്രതീക്ഷിച്ചത് പോലില്ല. എന്താ പ്രതീക്ഷയിലൊന്നും അല്ല, Q&A കണ്ടിന്യൂ കുറെ ക്വസ്റ്റ്യൻസ് വന്നു നമുക്ക്. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേരും കൂടി വായിക്കാമെന്ന്. അപ്പോൾ കുറേ പേര് പേരിട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവരുടെ പേരും കൂടി ഞാൻ വായിക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻ്റെ കൂടെ. ഓക്കെ, റിയൽ നെയിം എന്താണ്? കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ചോദിച്ചിട്ടുള്ളൊരു പേര് ശ്രീലക്ഷ്മി ബിൽഷ ഫാത്തിമ. ഓക്കെ, പറയൂ റിയൽ നെയിം. അല്ല അല്ല, കുറേ പേര് ചോദിച്ചിട്ടുള്ള പേരില്ലാതെയാണ് ബാക്കി പറയൂ. സോ എന്റെ പേര് ജോമി ഡേവിഡ് എന്നാണ്. എന്റെ പേര് ഐശ്വര്യ. അതെ, എന്നെ ജോമു എന്ന് വിളിക്കുന്നത് ഐഷു മാത്രമാണ്. പിന്നെ ഇവിടെ ഐഷു എന്ന് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും വിളിക്കുന്നതാണ്. ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും ഐഷു എന്നാണ് വിളിക്കുന്നത്. എന്നെ ജോമു എന്ന് വിളിച്ചു തുടങ്ങിയതും വിളിക്കുന്നത് ഇവിടെ മാത്രമാണ്. യെസ്. രണ്ടുപേരുടെയും സ്ഥലം. ഒരുപാട് പേരിങ്ങനെ സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അവരുടെ പേര് വായിക്കാം. ഓക്കെ, സ്ഥലം. നമ്മുടെ സ്ഥലം ചോദിച്ചിട്ടുള്ളത് സൈറ, ആരാധ്യ, ശിവപ്രിയ, നേരത്തെ പറഞ്ഞ പേര് ബിൽഷ ഫാത്തിമ, പിന്നെ ഹാന. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്ഥലം പറയൂ. സ്ഥലം, എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രമാണ്. ഇവളുടെ സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്. നമ്മൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ട്രിവാൻഡ്രത്താണ് നമ്മുടെ വീട്. ജോബ് എന്താണ്? എത്ര വരെ രണ്ടുപേരും പഠിച്ചിട്ടുണ്ട്? സാഫ്ന, അച്ചൂസ്, ഫിദൽ, സൈറ. ഇങ്ങനെ 4 പേരാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം ഐശ്വര്യ പറഞ്ഞു. ഓക്കെ, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയാണ് പഠിച്ചത്. പിന്നെ പൈത്തൺ കോഴ്സ് ചെയ്തു. പിന്നീട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്ത് ഇപ്പോൾ ജോബായിട്ട് ഞാൻ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി പറ. ഓക്കെ, സോ ഞാൻ കറന്റ് MC ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാണ്ട് ജോബിന്റെ സൈഡിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആപ്പ് ഡെവലപ്മെന്റ് ആണ്. അത് ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അത്രേ പറയുന്നുള്ളൂ തൽക്കാലത്തേക്ക്. ഞാൻ ഒളിപ്പിക്കുന്നത്. ഐഷ്യൂസ് ഹെയർ കെയർ പറയാമോ? അനഘ. ഹെയർ കെയർ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ഡയറ്റ് എടുക്കുക. പിന്നെ ഹെൽത്തി ഡയറ്റ് എടുക്കും ഞാൻ. പിന്നെ എന്താണ്, രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉടക്കെടുത്ത് നല്ലപോലെ ചീകിയിട്ട് ഒന്നെങ്കിൽ മുടി ഇതുപോലെ ബണ്ണായിട്ട് വെക്കുക, അല്ലെങ്കിൽ ബ്രൈഡ് ചെയ്തിടുക. ഇതൊക്കെ തന്നെ. പിന്നെ ഞാൻ ഷാമ്പു വല്ലപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും ചെമ്പരത്തി താളിയാണ് ഇടുന്നത്. അതൊക്കെ തന്നെയാണ് ഹെയർ കെയർ. എന്റെ ഹെയർ കെയറിനെ കുറിച്ച് ചോദിച്ചില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ കാർട്ടൂൺ അല്ലാത്ത സൗണ്ടിൽ സംസാരിക്കോ നിഹാല ആൻഡ് ഹാന? ഇങ്ങനെ രണ്ടുപേരാണ് ചോദിച്ചത്. രണ്ടുപേരല്ല കേട്ടോ, കമന്റ്സിൽ ഇഷ്ടംപോലെ പേര് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ റിയൽ സൗണ്ടിൽ സംസാരിക്കോ? ഏത് വോയിസ് ആണോ? എന്തൊക്കെയാണ് ഇത് സംഭവം? ഇതാണ് നമ്മുടെ ഒറിജിനൽ വോയിസ്. ഇത് ആക്ച്വലി എങ്ങനെയാണ് പ്രോസസ് ആയി നമ്മൾ വോയിസ് ഓവർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ കയറ്റിയിട്ടാണ് അത് നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാലേ ഉള്ളൂ, അല്ലാതെ നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ ലിപ്സിംഗ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ അതിന്റെ ഇടയിൽ കാർട്ടൂൺ പോലെ ഇന്നേ വരെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ചില വീഡിയോസില് ജോമിയുടെ റിയൽ വോയിസ് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത് തന്നെയാണ്. എന്റേത് മാത്രമല്ല, നിന്റേത് ഭയങ്കരമായിട്ട്. ചിലതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ചിട്ട് അതൊരു കോമഡിയാണ്. കാരണം നമ്മള് നേരിട്ട് അടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ആവശ്യം വരാറില്ല. അതിന് വരാൻ കമന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ കാർട്ടൂൺ വോയിസ് ആണ്, ഇത് ഡബിങ് ശരിയായില്ല. നമ്മള് ലിറ്ററലി ഇത്ര അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഫോണിൽ നമുക്ക് നല്ല ക്യാപ്ചറിങ് ഇതുണ്ട്. അപ്പോൾ അതിൽ ക്യാപ്ചർ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഫോൺ എടുത്തിട്ട് ഹലോ ഗൈസ് എന്ന് പറയുന്നതിൽ കാണാൻ ഒരു രസമില്ല. പിന്നെ നമ്മുടെ ക്യാരക്ടർ വൈബ് അങ്ങനെയല്ല, നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഹലോ അങ്ങനെ പറയുന്ന ഒരാൾക്കാരല്ല. പിന്നെ എനിക്ക് അതാണ് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും Q&A അവർക്ക് ഇങ്ങനെ സംസാരിക്കറിയാം. ഒരു പ്രാങ്കോ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ജോമു എന്നൊന്ന് പ്രാങ്ക് ചെയ്യുമ്പോൾ പ്രാങ്ക് ചെയ്തല്ലേ ഇങ്ങനെ പറഞ്ഞ വീഡിയോയില് ഒരു രസമില്ല. നമ്മൾ കുറച്ച് ഒന്ന് ഉറച്ചും ആ ഒരു എനർജറ്റിക് ആയിട്ട് എന്റർടൈനിങ് ആയിട്ട് സംസാരിച്ചാൽ പിന്നെ ആൾക്കാർ. പിന്നെ ഒരു വലിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൺ ഡിഫറൻസ് ഭയങ്കരമാണ്. Q&A സംസാരിക്കുന്നതും ഇപ്പം നിങ്ങൾക്ക് വളരെയായിട്ട് റിലേറ്റബിൾ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ സ്ട്രേഞ്ചറിൻ്റെ അടുത്തോ തേർഡ് പാർട്ടി അടുത്തോ സംസാരിക്കുന്ന പോലെ അല്ല നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സർക്കിളിൽ സംസാരിക്കുന്നതും. ലൈക്ക് ഓരോരുത്തും ടോൺ ഡിഫറൻസ് ഭയങ്കരമാണ്. ഇപ്പം അമ്മയെടുത്ത് ചോറ് എടുക്കാൻ പറയുമ്പോൾ അമ്മ ചോറ് എന്ന് പറയത്തില്ലല്ലോ, അമ്മ ചോറെടുത്ത് തരുമോ. ഈ ഒരു രീതിയിൽ നമ്മൾ ടോൺ വരത്തുള്ളൂ. ഇപ്പം ഞാൻ ഇവളോട് സംസാരിക്കുന്ന വെച്ചാൽ ആ ഒരു രീതിയിലാണ്. അപ്പൊ അതിനെ നിങ്ങൾ വേറെന്താണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ നമ്മള് വോയിസ് ഓവർ
എന്റെ വോയിസ് വേറൊരു വോയിസ് ഓവറായിട്ട് ചെയ്യുമ്പം അത് ചിലപ്പോൾ മാറും. അത് മിക്കവരുടെ മാറും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു മാറ്റം വരും. ചിലർക്ക് മാറത്തില്ല, പക്ഷെ എനിക്ക് ചെറിയൊരു മാറ്റം വരാറുണ്ട്. എല്ലാവർക്കും മാറും, എല്ലാവർക്കും ഒരു ചെറിയൊരു ഡിഫറൻസ് വരും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി നമ്മൾ അത്ര പ്രൊഫഷണൽസ് ഒന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പം സോഫ്റ്റ്വെയറിൻ്റെ ഇതായിരിക്കാം. നമ്മൾ വളരെ അതിൻ്റെ അകത്ത് വീഡിയോയിൽ എങ്ങനെ ഇരിക്കുന്നോ അതേ എനർജി തന്നെയാണ് നമ്മൾ പറയാൻ നോക്കുന്നത്. വോയിസ് ഓവർ ചെയ്തിടാൻ നമുക്ക് ഇഷ്ടം അല്ലേ? അത് അത്രേ ഉള്ളൂ കേട്ടോ. വോയിസ് ഓവർ ചെയ്തിടാനാണ് എനിക്ക് സത്യത്തിൽ ഇഷ്ടം. അത് തന്നെയാണ്. കാരണം അത് രസമുണ്ട്. പിന്നെ ഓഡിയോ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അത്രയും മറ്റേ ബൂം മൈക്കൊക്കെ വെച്ചിട്ട് പ്രൊഫഷണൽ സെറ്റപ്പിലൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ ഒരുപാട് പേര് നമ്മളെ കണ്ടു വന്ന് സംസാരിക്കാറുണ്ട് കേട്ടോ. ചിലവരൊക്കെ ആ വീഡിയോസ് ഇഷ്ടമാണെന്നൊക്കെ അവര് സംസാരിച്ചിട്ട് പറയുമോ അപ്പൊ സൗണ്ട് ഇങ്ങനെ തന്നെയാണ്, സൗണ്ട് ഇങ്ങനെ തന്നെയാണ് മനസ്സിലായിട്ടുണ്ട്. പിന്നെ വേറെ സംഭവം സ്ലാങ് ഡിഫറൻസ് ഭയങ്കര ഒരു ഫാക്ടറാണ്. എന്റെയും ഇവളുടെയും സ്ലാങ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പം അത് ഒരു വലിയൊരു ഫാക്ടറാണ് ഇതിന്റെ. ചിലപ്പം ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ ഈ സ്ലാങ് ഫെമിലിയർ ആയിരിക്കത്തില്ല. ചിലപ്പോൾ സ്ലാങ് ഡിഫറൻസ് തോന്നൂല, കാരണം നമ്മളൊരു Q&A എടുത്തോണ്ടിരിക്കുവല്ലേ. അല്ലാതെ നമ്മളൊരു എന്നാലും പറയാൻ പറ്റില്ല, കുറെ പേർക്ക് തോന്നുന്നുണ്ടോ. കാരണം സ്ലാങ് ഡിഫറൻസ് ഒരു ഫാക്ടറാണ്. പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ റിയൽ സ്ലാങ് കയറി വരും. ലാംഗ്വേജ് പാറ്റേൺ, ലാംഗ്വേജ് സ്റ്റൈല്, സ്ലാങ് ഇതൊക്കെ ഡിഫറൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനെക്കുറിച്ച് ഡെപ്തിൽ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതാണ്. നമ്മളൊന്നും സൗണ്ട് മോഡുലേറ്റ് ചെയ്തൊന്നും പറയുന്നില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ആ വീഡിയോയിലെ സെയിം എനർജിയിലും സെയിം വൈബിലും നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓഡിയോ ആണ്. ചിലത് മാറ്റാറുമില്ല, നല്ല ഉറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ചില വീഡിയോ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, എല്ലാം ഇതുകൂടെ ജസ്റ്റ് പറയാം. ചില വീഡിയോ നിങ്ങൾക്ക് എടുത്ത് വെച്ച് കാണുമ്പോൾ തന്നെ ലൈക്ക് അതിന്റെ ഒറിജിനൽ ഓഡിയോ ബൂസ്റ്റ് ചെയ്ത് വെച്ച ഫീലിംഗേ ഉള്ളൂ സത്യത്തിൽ. അതിന്റെ ഒറിജിനൽ ഓഡിയോ അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. പൊതുവെ കുറച്ച് പതിയാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഞാൻ വീഡിയോ കേട്ടി ചിലപ്പോൾ ഉറച്ചു പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഉറച്ചു മുഖത്ത് എക്സ്പ്രഷൻ സൗണ്ട് പുറത്ത് വരണ്ടേ, അതങ്ങനെയാണ്. കഷ്ടപ്പെട്ട് കയറി വിളിച്ചാണ് പറയണത്. അപ്പം അതാണ് എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ക്ലാരിറ്റി വന്നെന്ന് നമ്മൾ വിശ്വസിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് അവേ ചെയ്യുമോ? പേരില്ല, പറയട്ടെ. നമ്മൾ ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. അനുവിന് ഒരു കാര്യം, നമ്മുടെ ചാനൽ 1 lakh ഫാമിലി ഒരു 1 lakh പ്ലസ് ആയി. അപ്പം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ 1.26 lakh എങ്ങാണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അത്രയും വലിയൊരു ഫാമിലിക്ക് ബിഗ് താങ്ക് യു, വളരെയധികം താങ്ക്സ്. ഇത്രയും സപ്പോർട്ട് ചെയ്തു. കാരണം നമ്മള് ഭയങ്കര താങ്ക് യു. എനിക്ക് എന്ത് വേറെ പറയണമെന്ന് അറിഞ്ഞൂടാ. കാരണം നമ്മൾ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ വീഡിയോ ഇടാൻ എന്നുള്ളൊരു തോട്ടി വന്നതും സപ്പോർട്ട് കാരണം മാത്രമാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വന്ന് സംസാരിക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം. ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോ ഭയങ്കര വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. ആൻഡ് താങ്ക് യു ഓൾ സോ മച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. 1 lakh ഒരു വലിയ ഫിഗർ ആണല്ലേ. 50K എന്ന് പറഞ്ഞപ്പോഴേക്ക് അയ്യോ 50K എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ 1 lakh ഒക്കെ അടിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതൊക്കെ എങ്ങനെ. കാരണം എനിവേ താങ്ക് യു ഓൾ സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഫ്യൂച്ചറിലോട്ടും അങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലിക്ക് താങ്ക് യു സോ മച്ച്. അപ്പോഴേ നമ്മൾ പറയാൻ വന്നത്, അപ്പൊ നമുക്ക് ഇത്രയും സപ്പോർട്ട് തന്നു നിങ്ങൾക്ക് എന്തായാലും നമ്മളൊരു ഗീവ് അവേ ഡെഫിനറ്റായിട്ടും 100%. സോ നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളപ്പോ വരുന്ന വീഡിയോസിൽ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. സോ ഗീവ് അവേ എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഡിറ്റിങ്ങിന് ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്? ദൃശ്യാണ് ചോദിച്ചിരിക്കുന്നത്, പറയും. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഡാവിഞ്ചി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് PC ആപ്ലിക്കേഷനാണ്. ഞാൻ വീറ്റയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അതായത് എല്ലാ ഇവനല്ല എഡിറ്റ് ചെയ്യുന്നത്, ഞാനും എഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പം അത് ഞാൻ വീറ്റയാണ് യൂസ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്തതിലെ സമയത്ത് എനിക്ക് വീഡിയോ കിട്ടാറുണ്ട്. എന്റെ പേര് ഹർഷിനി. എനിക്കൊരു ഹായ് തരാമോ? അടുത്ത് കാർസ് നെയിം. നിന്റെ കാറിന്റെ പേര് പറയും. ടൊയോട്ട ഫോർച്യൂണർ ആണ്, ജനറേഷൻ 1 ആണ്. ലൈക്ക് ഭയങ്കര അതാണ് ഗൈസ്. നമ്മള് വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് കാർ അവിടെ പാർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇന്നേരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലല്ലോ, വല്ലപ്പോഴും അല്ലാണ്ട്. ഭയങ്കര സുഖമാണ്, കംഫർട്ടബിൾ ആണ് വണ്ടി. അത്ര അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീഡിയോസ് സ്ക്രിപ്റ്റഡ് ആണോ? ഓഫ് കോഴ്സ് ഗൈസ്, സ്ക്രിപ്റ്റഡ് ആണ്. ഈ വീഡിയോസിന്റെ ആംഗിൾ കണ്ടാൽ തന്നെ ഒട്ടുമിക്കവർക്ക് മനസ്സിലാവും അത് സ്ക്രിപ്റ്റഡ് ആണ്. 100%. കാരണം ഞാൻ
ഇത് അങ്ങനെ ഒരു ചോദ്യം ആദ്യം ഞാൻ വന്നപ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അത് മനസ്സിലാക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് പിന്നെ ഞാൻ കാരണം ഒന്ന് കട്ട് ഷോട്ടാണ്, 2 നിങ്ങൾ തന്നെ പറയുന്നുണ്ട് വോയിസ് ഡബ്ബാണ്, 3 ലൈക്ക് അതിന്റെ ഇൻവിസിബിൾ ക്യാമറാമാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലല്ലോ. ചിലത് എടുക്കുന്നത്, പിന്നെ ചിലത് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്, അവൾ എനിക്ക് എടുത്തു തരുന്നതൊക്കെ ഉണ്ട്, പുറത്ത് നമുക്ക് റിലേറ്റീവ്സ് ഫാമിലി എല്ലാവരും എടുത്തു തരുന്നതൊക്കെ ഉണ്ട്. അത് സ്റ്റാൻഡ് വെച്ച് എടുക്കുന്ന പോലെ ഉണ്ട്. നമ്മൾ ആ ഒരു എന്റർടൈനിങ് രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും നമ്മള് ക്യാമറ ആംഗിൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി. വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ നടക്കുന്ന കോമഡി പ്രാങ്ക്, അതൊക്കെ ഞാൻ കാണിക്കുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഷൂട്ട് ചെയ്ത് കാണിക്കുമെന്നാണ്, അത് ഞാൻ ലൈവ് എന്നല്ല ഉദ്ദേശിച്ചത്. റിയാലിറ്റി ടി വി ആയിട്ടല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അങ്ങനെ അല്ല. ജോഷു ടിവി ഫോർ എന്റർടൈൻമെന്റ് ഐദർ എവിടെയെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇതുണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമുക്കൊരു എന്റർടൈനിങ് ആയിട്ട് നമ്മുടെ ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം കുറച്ചൊരു എന്റർടൈനിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഒക്കെ വെച്ച് അങ്ങനത്തെ രീതിയിലാണ് നമ്മളിത് പ്രസന്റ് ചെയ്യുന്നത്. എന്റർടൈനിങ് രീതിയിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഞാൻ റീസെന്റ് ആയിട്ട് 1-2 വീഡിയോസ് ഇട്ടിരുന്നു നമ്മളുടെ ജലസ് കാണിക്കുന്നത്. ആ ഒരു അതിപ്പോ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് എനിക്ക് ക്യാമറ ഓൺ ആക്കി ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. അത് ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് കുറച്ച് ഫൺ രീതിയിലാക്കി കാണിക്കാനല്ലേ റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ 2 ഇപ്പൊ അതിന്റെ എൻഡിങ്ങിൽ തന്നെ ഞാൻ അതിനകത്ത് കെവിനെ നമ്മള് കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുന്നു. ലൈക്ക് അത് നമ്മൾ ഒബ്വിയസ് ആണ്, സ്ക്രിപ്റ്റ് ആണ്, ഇതൊരു കൺഫ്യൂസിങ് ഫാക്ടർ ആയിട്ട് വരുമെന്ന് പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതെ, വളരെ ഫണ്ണിന് വേണ്ടി ചെയ്തൊരു സംഭവമാണ്. അതെങ്ങനെ അതൊരു ഇടയിലൊരു ഡിബേറ്റ് ഒക്കെ ആയി എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. സ്ക്രിപ്റ്റഡ് അല്ലാന്ന് ആരും പറയത്തില്ല. ഞാൻ ഏതൊരു വീഡിയോ ഞാൻ ഇവനും കൂടെ നടക്കുന്ന സമയത്താണ് അവൻ വന്ന് ഹായ് കാണിക്കുന്നത്. ആ സമയത്ത് ക്യാമറ എവിടെ നിന്ന് വന്നു അത് ആലോചിച്ചാൽ തന്നെ അറിയാം. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ രീതിയിൽ ഫേക്കാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അതിലെന്താ രസം. എല്ലാത്തിലും അതിൻ്റെതായ രസമുണ്ട് അല്ലേ? നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത്, കാരണം നമ്മുടെ വൈബ് കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വൈബ്, നമ്മളെ തമ്മിലുള്ള ബോണ്ട്, ആ ഫണ്ണും തമാശയൊക്കെ കാണിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ അതിപ്പോ സ്ക്രിപ്റ്റഡ് ആണെന്ന് കരുതി നമ്മൾ ആക്ച്വലി അങ്ങനെ അല്ലാന്നല്ല, നമ്മൾ ആക്ച്വലി ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് നമ്മളെ നേരിട്ട് ചിലപ്പോൾ അറിഞ്ഞൂടാത്തോണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാക്കി അങ്ങനെ കാണുന്നതാണ് അങ്ങനത്തെ ആൾക്കാര്. ആ ദേഷ്യപ്പെടലൊക്കെ ഇല്ലേ, അച്ചട്ടാണ് ഇവിടെ അങ്ങനെയാണ് കലിപ്പാവുമ്പോ ഒരു നോട്ടം വെച്ചിട്ട് എന്റെ പൊന്നു, അത് ശരിക്കും അങ്ങനെയാണ്. ടിഫനി ആയിരിക്കും. നീ പറഞ്ഞാൽ മതി. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പണ്ട് ഒരു 2-3 വർഷം മുൻപ് ഞാൻ ഇങ്ങനെ റീൽസ് ഒക്കെ ഇൻസ്റ്റയിൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആയുഷി വിശാൽ, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവരിതുപോലെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനത്തതല്ല, ചിലതൊക്കെ ഇങ്ങനെയുള്ള അവർ കൂടുതലും മറ്റേ ഹിന്ദി പാട്ടിട്ട് അങ്ങനത്തെ ഉണ്ടല്ലോ, ഡാൻസ് ഡയലോഗ്, അതായിരുന്നു. പക്ഷെ അവരാ വൈബ് കണ്ടപ്പം എനിക്കൊരാഗ്രഹം തോന്നി നമുക്കും അതുപോലെ തുടങ്ങണമെന്ന്. അവരെ പിന്നെ യൂട്യൂബിൽ വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. അപ്പം അവരാണ് എൻ്റെ ഇൻസ്പിറേഷൻ. എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി 2-3 ചാനലൊക്കെ പണ്ട് തുടങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കോമഡിയാണ്, ഗെയിമിംഗ് ചാനൽ ശ്രമിച്ചായിരുന്നു. അത് ആ ഒരു ഫേസിൽ ആ സമയത്ത് തോന്നിയ കാര്യങ്ങളിൽ അങ്ങനെ ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡെയിലി വ്ളോഗ്സ് ഒക്കെ തുടങ്ങി. പക്ഷേ എനിക്ക് മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ സത്യത്തിൽ ഇവളാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ, യൂട്യൂബർ എന്ന് പറയുന്നത്. കാരണം ഇവളാണ് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. ഡെഡിക്കേഷൻ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താല്പര്യം, പക്ഷെ ആ വഴിക്ക് പോയാൽ കൊള്ളാം. പക്ഷേ പുള്ളിക്കാരിക്ക് ഭയങ്കര താല്പര്യത്തോടെ ചെയ്യുന്ന ഒരു സംഭവമാണിത്. എനിക്ക് ഇപ്പം ആ ഒരു ഇത് കണ്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട്. കാറ്റങ്ങോട്ട് അടിച്ചു തുടങ്ങി. പക്ഷെ അത് പ്യൂർലി യൂട്യൂബർ ആവാൻ ഉള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇവള് തന്നെയാണ്, ഒരു സംശയമില്ല എൻ്റെ അകത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തതാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കിയോ? നമ്മളെ കുറച്ച് മാറി നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. അപ്പോൾ ഉണ്ടായിരുന്ന അക്കൗണ്ട് ഞാൻ ഡിലീഷന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങി. 1-2 ആഴ്ചയായല്ലേ? 1-2 ആഴ്ച നമ്മൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. ആ ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ, ജോഷു ടിവിക്ക്. അപ്പൊ ആർക്കെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ യൂട്യൂബിന്റെ ബയോയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർ ഡു ഫോളോ.
ഫോളോ ആൻഡ് സപ്പോർട്ട് അല്ലേ? അത്രേ ഉള്ളൂ. ഫോളോ ആൻഡ് സപ്പോർട്ട്. താങ്ക് യു ഓൾ. ഫേവറേറ്റ് യൂട്യൂബേഴ്സ് നീ എന്നെ പറഞ്ഞോ. ഞാൻ പറയട്ടെ, എനിക്ക് ഫേവറേറ്റ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒരു ചാനലാണ് കൂടുതൽ ഇഷ്ടം, അങ്ങനെയല്ല. ഞാൻ ന്യൂ ചാനൽ കിട്ടുമ്പോൾ അത് കാണും, അങ്ങനെ മാറി പോകും. ഇപ്പൊ ഞാൻ കൂടുതലും കാണുന്നത് ഹയോഗ ആൻഡ് ടെഡി, ആ ചാനൽ കാണാറുണ്ട്. പിന്നെ സാം ആൻഡ് ജെ അത് കാണാറുണ്ട്. പിന്നെ വീഡിയോ എനിക്ക് കാണിച്ചു തരാറുണ്ടെന്ന് തോന്നുന്നു, എനിക്കൊരു പിടുത്തം. പിന്നെ മറന്നോ നീ? ഇല്ല, ഓർമ്മയുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഹൈപ്പ് ഹൗസ് അവരത് കാണുമായിരുന്നു. പിന്നെ മലയാളം ചാനൽസ് കാണുമെന്ന് ചോദിച്ചാൽ മീനാക്ഷി അനൂപ്, ആ പുള്ളിക്കാരുടെ വീഡിയോസ് ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, വ്ളോഗ്. അപ്പൊ അങ്ങനെ തന്നെയാണ്. പിന്നെ പുതിയ ചാനൽ കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും, അങ്ങനെ മാറി നിൽക്കും. അടുത്ത് നീ പറയാം. സ്ഥിരമായിട്ട് കാണുന്നത് ഈ ഈഗിൾ ഗെയിമിങ്ങിൻ്റെതും ഡ്രീമറിൻ്റെതും പിന്നെ റെബലിൻ്റെയാണ്. പക്ഷെ റെബലിൻ്റെ ഇപ്പം കാണാറില്ല, കാരണം പുള്ളി എനിക്കൊന്ന് ഉച്ചയ്ക്കാണെന്നൊന്ന് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം കൂടുതൽ ഈഗിളിൻ്റെയും ഡ്രീമറിൻ്റെയാണ്. അതെനിക്കൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഷോർട്സിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു രണ്ട് പേഴ്സണാലിറ്റീസ്, രണ്ട് വ്യക്തികളെ എനിക്ക് ആക്ച്വലി അവരുടെ ഇത് റിയൽ സൈഡ് കാണിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. എക്സ് സൈഡിൽ കോൾ മീ ഷസാം. ഹേറ്റ് കിട്ടിയപ്പോ യൂട്യൂബ് നിർത്താൻ ഉദ്ദേശിച്ചിരുന്നോ? ചോദിച്ചാലിന്റെ പേരില്ല കേട്ടോ. എനിക്ക് രണ്ടൊന്നും പേര് ചോദിച്ചിട്ടുണ്ടല്ലേ, പേര് പക്ഷെ വെച്ചിട്ടില്ല. കുറച്ചൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ തുടങ്ങാം. അഫ്കോഴ്സ്. എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ അനാവശ്യ പ്രശ്നങ്ങളാക്കിയപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങി നമ്മളുടെ ഒരു ഫണ്ടിനും നമ്മളൊരു ചെറിയ ഡ്രീമിനുമാണ് തുടങ്ങിയത്. പക്ഷെ അതിനവരെല്ലാരും കൂടി ഇത്രയ്ക്കും പ്രശ്നമാക്കിയപ്പോഴത്തേക്കും നമ്മൾ തന്നെ സ്വയം വിചാരിച്ചു ഇത്രയും പ്രശ്നമാണെങ്കിൽ പിന്നെ അല്ലേ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കണേന്ന് നമുക്കറിയാം. നമ്മളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ നമ്മുടെ ഫണ്ട് നമ്മൾ നിർത്തണമെന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇതൊരു നമ്മുടെ ഫണ്ടെന്നല്ല, നമ്മുടെ ഒരു സന്തോഷം മറ്റാൾക്കാർ കാരണം, അനാവശ്യമായിട്ട് ആൾക്കാർ കാരണം നിർത്തണമോ എന്നുള്ളൊരു ചിന്താഗതി അത് നമ്മളുടെ ജോഷി ടി വി നമ്മളുടെ അക്കൗണ്ടാണ്. അപ്പൊ അതിൽ വീഡിയോസ് നമ്മൾ ഇടണോ വേണ്ടേന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ തോന്നിയ നിമിഷം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാം, അത് 2-3 കുറെ ആഴ്ചകളായല്ലോ. അതൊരു ട്യൂസ്ഡേ ആണ് ഇത് സംഭവം. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ച് വെനസ്ഡേ വീഡിയോ ഇടുന്ന ഡേ ആണ്, ഇങ്ങനെ ജോമു നമുക്ക് വീഡിയോസ് എടുക്കണോ വേണ്ടയോ എന്ന്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് എനിക്ക് തോന്നി എന്തായാലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നമുക്ക് വെനസ്ഡേ ഇടാം, എന്നിട്ട് അതിന് എന്താണ് റെസ്പോൺസ് എന്ന് നോക്കാം. തീരെ അതിനും പ്രശ്നമാണെങ്കിൽ നമുക്ക് കുറച്ചു കാലം മാറി നിൽക്കാം. നമ്മളുടെ ഫണ്ടിന് വേണ്ടി തുടങ്ങിയതാണ്. നമ്മൾ വിചാരിച്ചു പിന്നീട് മാറി ഇന്ന്, പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വേണമെങ്കിൽ പിന്നെ നമ്മുടെ സന്തോഷം, നമ്മുടെ ഒരു ആഗ്രഹമാണ്. അത് വെറുതെ ഇങ്ങനെ നമ്മളൊരു ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ആരെയും കുറിച്ചൊന്നും പറയുന്നില്ല, ആരെയും ദ്രോഹം ചെയ്തില്ല. വെറുതെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വീഡിയോ ഇട്ട് പോകുന്നു. അതൊരു പോയിന്റ് വിട്ട് ഇത് പോയപ്പോഴത്തേക്കും വെനസ്ഡേ നമ്മൾ എന്ത് ചെയ്തു, ഇടേണ്ട സമയത്ത് ആ വീഡിയോ എടുത്തപ്പോ പോലും സത്യം പറയാലോ ആദ്യമായിട്ടാണ് സങ്കടത്തോടെ ഒരു വീഡിയോ സത്യം. എന്നിട്ട് നമ്മളത് ഇടേണ്ട സമയം കറക്റ്റായി ഇട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കത് 1K+ ലൈക്കായി. ഒരുപാട് പോസിറ്റീവ് കമന്റ് വരാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നി ലൈക്ക് കുറച്ച് പേരെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ. ആ ഒരു ഭയങ്കര വലിയ റിലീഫും ഒരു സന്തോഷം തന്നൊരു സംഭവമാണ്. അതായത് 1000 പേരെങ്കിൽ 1000 പേര് ലൈക്ക് ചെയ്തത് വലിയ, നമുക്ക് നമ്മളെ സംബന്ധിച്ച് 1000 വലിയൊരു ഫിഗറാണ്. യൂട്യൂബ് തുടങ്ങുന്ന ഒരാൾക്ക്, യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാൾക്ക് അറിയാം ഒരു ലൈക്ക് പോലും കിട്ടാൻ എത്രമാത്രം പാടാണെന്നുള്ള കാര്യം അറിയാം. അപ്പം ഇത്രയും പേര് ലൈക്ക് ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ കോളേജ് എവിടെ വർക്കിന് പോയാലും എല്ലാരെ കൊണ്ടും നമ്മുടെ ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടിപ്പിക്കാൻ പറ്റത്തില്ല. ബോട്ടം ലൈൻ അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇഷ്ടപ്പെടും. ഇപ്പൊ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മള് സംസാരിക്കുന്ന സ്റ്റുഡൻസ് നമ്മൾ മിണ്ടാറില്ല. കുറച്ചുപേരുടെ നമുക്ക് ദേഷ്യം കാണും, ചിലവര് നമ്മളടുത്ത് മിണ്ടും. എല്ലാരെയും നമ്മളെ ഇഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, നമ്മള് അങ്ങറ്റം എന്തിനാ വെറുക്കുന്ന പറഞ്ഞ പക്ഷെ വെറുക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വീഡിയോ അവർക്ക് ഇഷ്ടപ്പെടില്ല, എല്ലാ വീഡിയോ കാണത്തില്ല, ഒന്ന് ജസ്റ്റ് കമന്റ് ഇടും, പിന്നെ പേഴ്സണൽ അക്കൗണ്ടിൽ കയറി വരും. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. പക്ഷെ ഇങ്ങനത്തെ 2 ടൈപ്പ് ആള് വന്നപ്പോഴത്തേക്കും നമ്മള് ആദ്യം കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ഹേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ അവരുടെ ഇത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പക്ഷെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ആ ടൈം സത്യം നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇഷ്ടം പോലെ പേര് മെസ്സേജ് ഇട്ടു, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് റിസപ്ഷനോടെ വന്നപ്പോഴത്തേക്കും പിന്നെ 1000 ലൈക്കൊക്കെ ആയപ്പോഴത്തേക്കും ഓക്കെ, ജെന്യുവൻലി ഇഷ്ടപ്പെടുന്ന ഇത്രയും പേരുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇഷ്ടപ്പെടാത്തവർക്ക് ഫോക്കസ് ചെയ്യുന്നത്?
പിന്നെ എല്ലാരെയും തൃപ്തിപ്പെടുത്തി അത് ജീവിക്കാൻ പറ്റത്തില്ല. അതൊരു ക്യാരക്ടർ മാറ്റാൻ നമുക്ക് അതാണ് വേറെ സംഭവം. എല്ലാരെയും തൃപ്തിപ്പെടുത്തി വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പോ കറന്റ് നമ്മൾ വീഡിയോ ഇടുന്നതിന് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പേരുണ്ടല്ലേ, അപ്പം അവർക്ക് വേണ്ടി നമ്മൾ ഇനിയും വീഡിയോസ് പ്യൂർലി പറഞ്ഞു കഴിഞ്ഞാൽ 1.26 lakh ഫാമിലിയും പിന്നെ അവരുടെ സിമിലർ ഇൻട്രസ്റ്റിലും അവരുടെ പോലെ താല്പര്യം ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്തും നമ്മുടെ വീഡിയോസ് എത്തിച്ചേരട്ടെ എന്നാണ് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതും എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം വേറെ താല്പര്യമില്ലാത്ത ഓഡിയൻസിന്റെ അടുത്ത് പോകണ്ട, നമുക്ക് സന്തോഷപ്പെടുത്താനും ഇഷ്ടപ്പെടുത്താനും പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായി. അത്രേ ഉള്ളൂ. ഈ ഹേറ്റേഴ്സ് ഹേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, അവരുടെ സൈഡ് മാത്രം ഫോക്കസ് ചെയ്യുക. ഇല്ലേ? അത്രേ ഉള്ളൂ. അടുത്തൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് കമന്റ്സിലും DM-ലും പിന്നെ ഈ Q&A താഴേക്ക് വന്നിട്ടതാണ്, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ലവ് മാരേജ് ആണോ, അറേഞ്ച് മാരേജ് ആണോ, കപ്പിൾസ് ആണോ, എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഓക്കെ, അപ്പൊ നമ്മള് അതിവിടെ റിവീൽ ചെയ്യാൻ പോവുകയാണല്ലേ. ഓക്കെ, ജോമു ആരാണെന്ന് വെച്ചാ എന്റെ ചേട്ടന്റെ വൈഫിന്റെ ബ്രദറാണ്. അതായത് ഐഷു ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സിസ്റ്റർ, അതായത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആണ് ഐഷു എന്ന് പറയുന്നത്. നമ്മള് പരിചയപ്പെട്ടിട്ടൊരു ഫാമിലിയാണ്, ഒറ്റ ഫാമിലിയാണ്. നമ്മൾ പരിചയപ്പെട്ടൊരു 5 years ആയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ബോണ്ട് വന്നിട്ടൊരു 4 years, 4.5 years. ലൈക്ക് നമ്മള് കഥകളൊക്കെ ഭയങ്കര രസമാണ്. നമ്മള് അതായത് സാധ്യം സംസാരിച്ച് വന്നത്. കാരണം എനിക്ക് ഈ ചാറ്റിങ് എനിക്ക് വലിയ താല്പര്യമില്ല. ചാറ്റ് ഞാൻ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. കൂടുതൽ കോളിംഗ് ആണ് എനിക്ക് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ ഇവള് മെസ്സഞ്ചറെ യൂസ് ചെയ്യത്തുള്ളൂ, ഞാൻ വാട്സാപ്പേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവളായിട്ട് നിർബന്ധിച്ചാണ് എന്നെ മെസ്സഞ്ചർ ഇവള് തന്നെ സ്വന്തമായിട്ട് ഫോൺ എടുത്ത് ഇൻസ്റ്റാൾ ആക്കി ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സംസാരിച്ച് ചാറ്റൊക്കെ ചെയ്ത്. പിന്നെ മനസ്സിലായി എവിടേക്കോ എന്തൊക്കെയോ ഒരേ ചിന്താഗതിയിൽ പോകുന്ന ആൾക്കാരാണ് ചില കാര്യങ്ങൾ. വീഡിയോസ് എഡിക്കാൻ ഇഷ്ടമാണ്, ഇവൻ എഡിറ്റ് ചെയ്യാനായിരുന്നു ഇഷ്ടം. ആ ടൈമില് ലൈക്ക് നമ്മള് ഇവള് വീഡിയോ എടുക്കും, ഞാൻ എഡിറ്റ്. അത് വേറെ ചാനൽസ് വേറെ കാര്യങ്ങൾ. 4 വർഷം മുന്നേ നമ്മള് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അല്ലേ. അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രാൻസിഷൻ വീഡിയോ. ഓക്കെ, അതാണ് ഫസ്റ്റ് എടുത്തത്. നമ്മളത് ജസ്റ്റ് അത് ഇൻസ്റ്റയിൽ ഇടാനായിരുന്നു, ഇൻസ്റ്റയിൽ ഇടാനായിരുന്നു. ജസ്റ്റ് ചുമ്മാ ഇട്ടു, അതങ്ങ് രസം. ആ ഒരു രസം. അത് കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ എക്സാം ആയി, ഇവനും എക്സാം ആയി. അങ്ങനെ വലിയ ബ്രേക്ക് ഒക്കെ ആയിരുന്നു. ലൈഫിൽ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ നമ്മള് സംസാരിക്കും, ലൈക്ക് നമ്മൾ തമ്മിലൊരു ബോണ്ട് ഇങ്ങനെ സ്ട്രെങ്തനായി വരുന്ന ടൈമൊക്കെ അതാണ്. കാരണം ഞാൻ എന്തെങ്കിലും പഠിത്തത്തിന്റെ ഇതുകൾ ഓർത്തത് ഇവൾ എന്റെ അടുത്ത് തിരിച്ചു പറയും. പിന്നെ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇയർ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതില് നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയല്ലേ. അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഇട്ട് തുടങ്ങി. പക്ഷെ അത് കൂടുതലും റിലേറ്റബിൾ സ്റ്റഫ് അങ്ങനെയൊക്കെ. അപ്പൊ അതിങ്ങനെ എടുത്തു വന്നപ്പോഴത്തേക്കും എനിക്ക് നമ്മളുടെ തമ്മിലുള്ള ബോണ്ട് ഇങ്ങനെ കാണിക്കണമെന്ന് തോന്നി. ദേശീയം, ഉടക്ക്, കളിതമാശകൾ ഇതൊക്കെ കാണിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ചാനലിലോട്ട് ഞാൻ എത്തിയത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു വന്ന് നമ്മൾ വെസ്റ്റീസ് ആയല്ലേ. അത്രേ ഉള്ളൂ. അങ്ങനെ വെസ്റ്റീസ് ആയതാ. കഥ പറഞ്ഞാൽ നീണ്ടു 5 വർഷത്തെ അങ്ങനെ നമ്മൾ കൂട്ടായി. അപ്പൊ ഇപ്പൊ ആര് ചോദിച്ചാലും എളുപ്പത്തിന് വെസ്റ്റീസ് ആണ്. അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഡൗട്ട് ആൻഡ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടന്റ് ആരാണ് ഉണ്ടാക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ആളുടെ പേര് ആത്മിക. സോ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറയാൻ വേണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ നോക്കിയിരുന്ന ഞാൻ അങ്ങനെ ഇരിക്കും എന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഞാനാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. കണ്ടന്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒക്കെ വീഡിയോസ് നമ്മൾ കാണുമല്ലോ, അത് ചിലത് നമ്മളുടെ രീതിക്ക് മാറ്റും. ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രെൻഡിന്റെ അതുപോലെ തന്നെ ചെയ്യും. പിന്നെ ചിലത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻ നമ്മൾ റിക്രിയേറ്റ് ചെയ്തിടുന്നതാണ്. കുറച്ചുകൂടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ എന്റർടൈനിങ് ആയിട്ട് നമ്മൾ മാറ്റും. അതായത് മെയിൻലി സ്ക്രിപ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ അത് ഓക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ, ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കൂടെ ചെയ്യും, ആ രീതിയിലോട്ട് മാറ്റും. കണ്ടന്റ് ഐഡിയ ഇവന് പറഞ്ഞു കൊടുക്കും. സ്ക്രിപ്റ്റ് നമ്മൾ ഒന്നിച്ചാണ് എഴുതുന്നത്. കാരണം എന്റെ സ്ലാങ് അല്ല, അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം എനിക്കൊരിക്കലും ഇവളുടെ സ്ലാങ്ങിൽ ഇവൾ എഴുതുന്ന ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ എഴുതുമ്പോൾ ഡയലോഗ് എഴുതുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് എഴുതാം. അപ്പം ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചേഞ്ചസ് ഒക്കെ ഇഷ്ടം പോലെ വരുത്തും. കാരണം നമ്മൾ നമ്മുടേതായ രീതിയിൽ മാറ്റുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പെട്ടെന്ന് പറയാൻ പറ്റും. മറ്റേ നമ്മൾ പഠിച്ച് പറയുമ്പോൾ അത് പറ്റത്തില്ല. അങ്ങനെ എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നു ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ലാംഗ്വേജില്, എൻ്റെ ലാംഗ്വേജ് സ്റ്റൈലിൽ, സ്ലാങ്ങിൽ പറഞ്ഞാലേ എനിക്ക് ആ സമയം പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ രീതിയിൽ ബിഹേവ് ചെയ്താലേ എനിക്കത് വരത്തുള്ളൂ. അപ്പം
അതാണ് നമ്മളായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ആരായിട്ട് പ്രിറ്റൻഡ് ചെയ്തു വേറെ അഭിനയിച്ച് അങ്ങനെ ചെയ്യുന്നൊന്നുമല്ല. നോർമലി നമ്മൾ ചെയ്യുന്ന സാധനം എന്റർടൈനിങ് രീതിയിലോട്ട് ചെയ്യുന്നു, അത്ര തന്നെ. ഞാൻ കണ്ടന്റ് ഐഡിയ കൊടുക്കും, നമ്മൾ ഒരുമിച്ച് സ്ക്രിപ്റ്റ് ചെയ്തു. അപ്പൊ അതാണ് അങ്ങനെയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജാസ്മിൻ, ശരണ്യ, ഫിദാൻ. ഫാമിലിയിൽ ആരൊക്കെയുണ്ട് പറയൂ. എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലിയിൽ വരുന്നത് പപ്പ, അമ്മ, ബോബി, ചേച്ചി, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ ഒരു കുഞ്ഞുമാവ. യെസ്. ഓക്കെ, അടുത്ത് എൻ്റെ വീട്ടിൽ ഇതുപോലെയൊക്കെ തന്നെ. ഓക്കെ, അച്ഛൻ, അമ്മ, ചേട്ടന്റെ വൈഫ്, പിന്നെ ഒരു കൊച്ചുമോള്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഗൈസ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഒന്നും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും, നമ്മുടെ 1 lakh ഫാമിലിക്ക് ഒന്നും കൂടെ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് ഒരു ബിഗ് താങ്ക് യു പറയുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.